സോ ബേസിക്കലി ഞങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പോൾ വീടിൻ്റെ ഒരു കംപ്ലീഷൻ ടൈമിൽ, ഓൾമോസ്റ്റ് കംപ്ലീഷൻ ടൈമിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇൻറ്റീരിയേഴ്സ് ആര് വേണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 2 സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റിൽ കൂടിയാണ് ഷാഡസിനെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഫൗസി ആയിരുന്നു ആദ്യം കോണ്ടാക്ട് ചെയ്ത്, പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് കണക്ഷൻ വരുന്നത്. പിന്നെ ഓഫീസിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്കൊരു എന്താണ് ഡിസൈൻ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ആ ഒരു ആംബിയൻസും പിന്നെ അവിടെയുള്ളൊരു അറ്റ്മോസ്ഫിയറും എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മളവിടെ മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, മോക്കപ്പ്. അതെ, ആ ഒരു ബെഡ്റൂമിൻ്റെ മോക്കപ്പും കാര്യങ്ങളെല്ലാം. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചു, എല്ലാം വളരെ നന്നായിട്ട് ഡീൽ ചെയ്തു. പിന്നെ ഡിസൈനിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ കൺസേൺ അല്ലെങ്കിൽ നമ്മുടെ നീഡ് എന്തായിരുന്നോ അത് എക്സിക്യൂട്ട് ചെയ്യാനും ഡിസൈൻ ചെയ്തപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിഞ്ഞു. അത് ഇനീഷ്യലി ഒരു വളരെ മിനിമലിസ്റ്റിക് ഡിസൈൻ ഫോമാറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കും ഡിസൈൻ നമ്മൾ ഓരോ സമയത്തും ഡിസൈനിൻ്റെ അപ്രോച്ച് എടുക്കുന്ന സമയത്തും ഞങ്ങളുടെ ഓവറോൾ ഡിസൈൻ ഒരു മിനിമലിസ്റ്റിക് മോഡേൺ ആ ഒരു മൂഡിലുള്ള ഡിസൈനുകളാണ് മോസ്റ്റ് ഓഫ് ദം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ. അത് കഴിഞ്ഞ് ഇനീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിസൈൻ ഫസ്റ്റ് ഡിസൈൻ 3D പ്രിന്റ് ചെയ്തപ്പോഴും നമുക്ക് കൂടുതൽ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ അതെ, എനിക്കൊരു TV യൂണിറ്റിൻ്റെ മാത്രമേ സജഷൻ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ വയ്ക്കാനായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ആദ്യത്തെ ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കോൺഫ്ലിക്ട്സും പിന്നെ ഒരു ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഷറഫിക്ക തന്നെ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള, അതെ, എസ്പെഷ്യലി ഞാൻ എബ്രോഡ് ആയതുകൊണ്ടിട്ടും നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ ഈ 2 ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ. അപ്പോൾ ആ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് നമുക്ക് വേറൊരു ബിൽഡറെ സജസ്റ്റ് ചെയ്തതും അവർ പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം തിരുത്തു. പിന്നെ ഇപ്പോൾ ഹൗസ് വാമിങ്ങിനൊന്നും എല്ലാവർക്കും തന്നെ ഇന്റീരിയർ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. അവരെല്ലാവരും എല്ലാവരും പറഞ്ഞായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് തന്ന ഡിസൈൻ അതുപോലെ തന്നെ ഒരു 100% നിങ്ങൾ റിറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഈവൻ കളേഴ്സ് കോമ്പിനേഷൻ, സ്റ്റൈൽസ്, പിന്നെ ഈവൻ ദിസ് ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് പോലും. അത് ആക്ച്വലി അതിൻ്റെ ഒരു എസെൻസ് ആണല്ലോ. അതെ, ഈ ഫർണിച്ചർ മാത്രമായി കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ആവില്ലല്ലോ. നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ കൺസ്ട്രക്ഷന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡിലേ വന്നപ്പോഴത്തേക്ക് ഞാനും ആകെ പണി തീരുമെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാം മൂവ് ഓണായിട്ട് എല്ലാം ശരിക്കും മൂവ് ആവുന്നുണ്ടായിരുന്നു. നമ്മുടെ നെയ്ബേഴ്സ് അവിടെ എല്ലാവരും പറയുന്നുണ്ട് എപ്പോഴും ഇവിടെ പണിക്കാറുണ്ട്, എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ടൈം വേസ്റ്റ്. ഞാനും എപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ പെരുമ്പാവൂരാണ്. നോക്കാനായിട്ട് വരുമ്പോഴാണേലും ഇവര് രണ്ടുപേരും പ്രവീൺ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചേട്ടൻ എപ്പോഴും പറയുമോ എന്നോട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അല്ല, അത് പിന്നെ ഒരു പ്രോജക്റ്റിന് ഡെഫിനറ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ചെയ്ത്. അപ്പോഴേ ലൈക്ക് പ്രോജക്റ്റും സ്മൂത്ത് ആയിട്ട് മൂവ് ഓൺ ആവുള്ളൂ. നമുക്ക് എപ്പോഴും എക്സ്റ്റീരിയറിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി ഇന്റീരിയറിന്റെ സംഭവം തന്നെയായിരുന്നു. ഉറക്കം വഴി ഇന്റീരിയർ അതിൻ്റെ അരിക്കണം എന്നുള്ളായിരുന്നു നമ്മൾ ആദ്യം പോയിട്ടുള്ള എല്ലാ ഫേംസിലും അവർ നമ്മുടെ കൺസെപ്റ്റ് പറയുക അവർ നമുക്ക് തന്നൊരു ഔട്ട്പുട്ട് ടെംപ്ലേറ്റ് ബോക്സസ്, വാർഡ്രോബ്സ്, അതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഡിസൈൻ അവർ തരുന്നില്ല. എന്താണ് ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ ബേസിക്കലി ഇപ്പം ഇന്റീരിയർ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും വാർഡ്രോബ്, കിച്ചൺ ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫർണിച്ചറിലും ഡിസൈനിലും ഫോക്കസ്ഡ് ആണ്. ഫർണിച്ചറാണ് ഇതിലൊരു കീ എലമെൻറ്റ്സ് ഡിസൈൻ നന്നാക്കുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫർണിച്ചർ. അതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് വെൽ ഡിസൈൻഡ് ആക്കി വെക്കുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെൽ ഡിസൈൻഡ് ആക്കി വെക്കുക. പിന്നെ ഹാറ്റ്സ് ഓഫ് ടു പ്രവീണും വിഷ്ണുവും. അവർ ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പിന്നെ നമ്മുടെ നീഡ്സും കാര്യങ്ങളും പിന്നെ ചില സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ അത് പിന്നെയും റിമൈൻഡ് ചെയ്യിപ്പിക്കുകയും അതൊക്കെ ചെയ്തു. അവരുടെ കമ്മ്യൂണിക്കേഷനും ഭയങ്കര ടെസ്റ്റിനിക്കുകയും ഡിസൈൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഓവറോൾ ഐ ആം സോ ഇംപ്രസ്ഡ്. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ 100% കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടീമായിരുന്നു. താങ്ക് യു.